എല്ലാവരും കടന്ന് കിച്ചു കിച്ചു എന്ന് മാത്രം തുള്ളുമ്പോഴത്തേക്ക് കിച്ചു മാത്രമല്ല കൊല്ലസുതിക്ക് മകനായിട്ടുള്ളത്. റിതപ്പൻ എന്ന് പറയുന്ന 6.5 വയസ്സുകാരനുണ്ട്. ആ കുട്ടിയുടെ DNA സംശയം ഉന്നയിച്ചുകൊണ്ട് ഒരു ബ്ലോഗർ വന്നിട്ട് ഇന്ന് കിച്ചുവിന് വേണ്ടിയിട്ട് വായിട്ട് അലയ്ക്കുന്ന ഒറ്റ പാട്ടിക്കുറുകൻ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് സംസാരിച്ചോ? റിതപ്പൻ എന്ന് പറയുന്ന കുട്ടിക്ക് വേണ്ടിയിട്ട്. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് റിയാക്ഷൻ വീഡിയോ ഒന്നുമല്ല. കാണുവാൻ താല്പര്യമുള്ളവർ മാത്രം ദയവ് ചെയ്ത് ഈ ഒരു വീഡിയോ കാണുക, അല്ലാത്തവർ ദയവ് ചെയ്ത് സ്കിപ്പ് അടിച്ചു പോകാം. സോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ ചാനലിൽ വരുന്ന കുറേയധികം കമൻറ്റുകൾ, ആ കമൻറ്റുകൾ കണ്ടപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇന്നാണ് ആ വീഡിയോ ചെയ്യേണ്ട പറ്റിയ ദിവസം. കാരണം മറ്റൊന്നുമല്ല, ഇന്നാണ് രേണുസുധിയുടെ 2ാമത്തെ കീമോ കോട്ടയം മെഡിക്കൽ കോളേജിൽ നടക്കുന്നത്. എന്നാലും ഈ ഒരു കീമോ കഴിഞ്ഞ് രേണുസുധി വീട്ടിലേക്ക് എത്തിക്കഴിയുമ്പോൾ അടുത്ത വിവാദം തുടങ്ങും. കീമോ കഴിഞ്ഞ ഒരാള് ക്ഷീണിച്ച് അവശയായിരിക്കും. അങ്ങനെയുള്ള വ്യക്തി എങ്ങനെയാണ് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത്, ഇൻസ്റ്റാഗ്രാമിൽ റീലുകൾ ചെയ്യുന്നത്? ഈ ചോദ്യങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മുടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ എല്ലാവരും തന്നെ ഇത് കണ്ടന്റ് ആക്കി വീഡിയോ ചെയ്യും. എന്നാൽ ഇത് കണ്ടന്റ് ആക്കുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് എല്ലാവർക്കും തന്നെ ഇതിന്റെ സത്യാവസ്ഥ അറിയാം. ഈ വീഡിയോസ് എല്ലാം തന്നെ ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് അവർ ഫിക്സ് ചെയ്യുന്ന ടൈമിലും ഡേറ്റിലും അപ്ലോഡ് ആകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് രേണുസുധിനെ വിമർശിച്ചുകൊണ്ട് ധാരാളം യൂട്യൂബേഴ്സ് ഈ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഒരുപക്ഷെ ഇന്ന് വൈകിട്ട് തൊട്ട് അവരുടെ യൂട്യൂബ് ചാനലിനകത്തും ഇൻസ്റ്റാഗ്രാം പേജിനകത്തും ധാരാളം റീലുകളും വീഡിയോസും വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ പറയുന്ന ആളുകളെല്ലാം തന്നെ അതെടുത്ത് വെച്ച് കണ്ടന്റ് ആക്കുകയും ചെയ്യും. എന്നാൽ ഞാൻ അതിന് തയ്യാറല്ല. കാരണം എനിക്ക് വ്യക്തമായിട്ട് അറിയാം അവരുടെ അസുഖത്തിന്റെ അവസ്ഥ. ക്യാൻസറിന്റെ 4th സ്റ്റേജിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അവർക്ക് ക്യാൻസർ ഇല്ല, അവർ അഭിനയിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മഹാൻ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നല്ല കാര്യം. ഈ ഒരു കേസിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഞാൻ രേണുവിന്റെ 1-2 സുഹൃത്തുക്കളെ കോൺടാക്ട് ചെയ്തു. ഞാൻ അവരോട് പറഞ്ഞത്, രേണുവിനോട് പറയുക, അങ്ങനെ എൻക്വയറിയുടെ ഭാഗമായിട്ട് ആരെങ്കിലും കോൺടാക്ട് ചെയ്യണമെങ്കിൽ, ഏതെങ്കിലും ഏജൻസി അവരെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ധൈര്യപൂർവ്വം ഈ മെഡിക്കൽ റെക്കോർഡ്സ് അവരുടെ മുന്നിൽ വെക്കുക. അതിനുശേഷം അവരോട് പറയുക അവർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രേണുവിന്റെ ക്യാൻസർ ടെസ്റ്റ് എടുക്കാൻ. അങ്ങനെ ക്യാൻസർ ടെസ്റ്റ് എടുത്ത് അത് പോസിറ്റീവ്, അതായത് രേണുവിന് ക്യാൻസർ ഉണ്ടെന്ന് തെളിഞ്ഞു കഴിയുമ്പോൾ ആ ഒരു അന്വേഷണ ഏജൻസിയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിയ ശേഷം ഈ ഒരു കേസ് കൊടുത്തിരിക്കുന്ന വ്യക്തിക്കെതിരെ ഡീഫർമേഷൻ സ്യൂട്ട് ഫയൽ ചെയ്യുക. അതിന് കാരണം മറ്റൊന്നുണ്ട്. രേണുവിന് ക്യാൻസർ ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് രേണുവിനെ സഹായിക്കാണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്ന പല ആളുകളും പിന്മാറും. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവരുടെ ചികിത്സയൊക്കെ അത് ബാധിക്കേണ്ട സാധ്യതയുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ രേണുവിന്റെ ഈ അസുഖത്തെ വെച്ച് റീച്ച് ഉണ്ടാക്കാൻ ശ്രമിച്ച ആ ഒരു വ്യക്തി, അല്ലെങ്കിൽ ആ അസുഖം ഇല്ല എന്ന് വരുത്തി തീർക്കാണ്ട് ശ്രമിച്ച ആ ഒരു വ്യക്തി തന്നെ ഇവരുടെ ബാക്കി ചികിത്സയും കാര്യങ്ങളും നോക്കട്ടെ. അതുകൊണ്ട് തന്നെ ഒരു 10, 20 അല്ലെങ്കിൽ 30 ലക്ഷം രൂപയുടെ ഡീഫോർമേഷൻ സ്യൂട്ട് ഫയൽ ചെയ്യാണ്ട് രേണുവിനോട് പറയണമെന്ന് അവരുടെ സുഹൃത്തുക്കളോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 30 ലക്ഷം രൂപയുടെ ഒരു മാനനഷ്ട കേസ് എന്ന് പറയുമ്പോഴത്തേക്ക് 3 ലക്ഷം രൂപ കോടതിയിൽ കെട്ടിവെച്ചാൽ മതി. പിന്നെ അഡ്വക്കേറ്റിന്റെ ഫീസും. സോ ഇത്രയും കൂടി ആകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 4 ലക്ഷം രൂപയൊക്കെ നിൽക്കുമായിരിക്കും. ഈ ഒരു കേസ് രേണുവിന് അനുകൂലമായിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ 30 ലക്ഷം രൂപയും രേണുവിന് കോടതിയിൽ കെട്ടിവെച്ച എമൗണ്ടും, അതുകൂടാതെ കേസിന് ചെലവായ എമൗണ്ട് ഉൾപ്പെടെ ഈ പറയുന്ന വ്യക്തി, അതായത് രേണുവിന് ക്യാൻസർ ഇല്ല അവർ അഭിനയിക്കുകയാണ് എന്ന് പറഞ്ഞത് മനുഷ്യാവകാശ കമ്മീഷനിൽ കേസ് കൊടുത്ത ആ വ്യക്തി രേണുവിന് നൽകേണ്ടതായിട്ട് വരും. അതായത് അവന്റെ കുടുംബം വെക്കേണ്ടവരും. അത് തന്നെയാണ് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വേണ്ടത്. ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, നിങ്ങളുടെയൊക്കെ ജീവിതം വെച്ച് ആരെങ്കിലും കളിക്കുകയാണെങ്കിൽ, അതായത് നിങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങളുടെ വോയിസ് ക്ലിപ്പുകൾ എടുത്ത് പുറത്തിടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ബിഷപ്പ് നോബിൾ ഫിലിപ്പ്, അദ്ദേഹവുമായിട്ട് ഫോണിൽ സംസാരിച്ച ഒരു കാര്യം എടുത്തു വെച്ച് ഒരു ആള് പുറത്തേക്ക് വിട്ടു. അദ്ദേഹം അറിഞ്ഞിട്ടില്ല. ഇത് പുറത്തേക്ക് വന്ന ശേഷമാണ് അദ്ദേഹം അറിഞ്ഞത്. അദ്ദേഹമൊക്കെ കേസ് കൊടുക്കണം. ഇപ്പൊ ഞാനൊക്കെ എടുത്തു വെച്ച് കണ്ടന്റ് ആക്കുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് അത് ഓൾറെഡി പബ്ലിക് ഡൊമൈനിൽ വന്ന കാര്യങ്ങളാണ്. അല്ലാതെ ഞാൻ ആരുടെ വീട്ടിൽ കൊണ്ട് ഒളിക്യാമറ വെച്ചിട്ടോ അല്ലെങ്കിൽ ആരുടെ സ്വകാര്യ സംഭാഷണങ്ങൾ ചോർത്തി എടുത്തിട്ടോ ഒന്നുമല്ല ഞാനിവിടെ പബ്ലിഷ് ചെയ്യുന്നത്. അത് ഓൾറെഡി പബ്ലിക് ഡൊമൈനിൽ വന്ന കാര്യം എടുത്തു വെച്ചാണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത്. അല്ലാതെ ഒരു വ്യക്തിനെ വിളിച്ച് അയാളെ മനഃപൂർവ്വം ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാളുടെ വോയിസ് റെക്കോർഡ് ചെയ്ത് അത് കൊണ്ടുവന്ന് പബ്ലിക്കിലിട്ട് കണ്ടന്റ് ആക്കേണ്ട ഗതികേട് എനിക്കില്ല. സോ അത്തരത്തിലുള്ള കാര്യങ്ങളോട് എനിക്ക് യോജിക്കാനും പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഫാദറിന്റെ ആ ഒരു വീഡിയോ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യാൻ, ഫാദറിന്റെ ആ വോയിസ് എടുത്ത് പുറത്തേക്ക് ഇട്ടത്. അതിനകത്ത് ഞാൻ അനുകൂലിക്കാനും പോയില്ല, പ്രതികൂലിക്കാനും പോയില്ല, ഒന്നിനും പോയില്ല. പിന്നെ എന്തുകൊണ്ട് ഞാൻ ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നു? ബിഷപ്പിനെ ഞാൻ സപ്പോർട്ട് ചെയ്തില്ല, കിച്ചുവിനെ സപ്പോർട്ട് ചെയ്തില്ല, രേണുവിനെ സപ്പോർട്ട് ചെയ്തില്ല.
ബിഷപ്പിൻ്റെതായിട്ട് വന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2 ഇന്റർവ്യൂസ്, ആ 2 ഇന്റർവ്യൂസിനകത്തും ഞാൻ അദ്ദേഹത്തിനെ പിന്തുണച്ചിട്ടുമില്ല, ന്യായീകരിച്ചിട്ടുമില്ല. ഞാൻ കോമൺ ആയിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു പോവുകയായിരുന്നു. ഞാൻ അവിടെ അദ്ദേഹത്തിനെയോ കിച്ചുവിനെയോ രേണുവിനെ വിമർശിച്ചിട്ടില്ല. എന്റെ ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ആ ഒരു വീഡിയോ, അതായത് ബിഷപ്പിന്റെ ആ ഒരു ഇന്റർവ്യൂവിന്റെ സെക്കൻഡ് പാർട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത് ഈ 3 പേരും ഒരു ടേബിളിന് ചുറ്റും ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ. അതിന് ഈ 3 പേരും തയ്യാറാവാത്തത് എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ അതിനുള്ള സാഹചര്യം അവർക്ക് ഒത്തു വന്നിട്ടില്ലായിരിക്കും. അങ്ങനെ ഒത്തു വന്നു കഴിയുമ്പോൾ ഒരുപക്ഷെ രേണുവായിട്ട് ബിഷപ്പ് തന്റെ പ്രശ്നങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചാണ് തന്നെ ഇതും പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരിക്കും. പിന്നെ ഞാനിപ്പോൾ ഉള്ള സത്യം പറയാം, ഈ രേണുസുതി എന്ന് പറയുന്ന വ്യക്തി അവർക്ക് ക്യാൻസർ ആണ് എന്ന് പബ്ലിക്കിൽ വന്ന് പറഞ്ഞ ശേഷം വളരെയധികം ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു രേണുസുതി ജീവിതത്തിലേക്ക് മടങ്ങി വരണമെന്ന്. പക്ഷെ ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഉള്ള കാര്യം പറയാം. കാരണം മറ്റൊന്നുമല്ല, അവർക്ക് ഈ ഒരു അസുഖം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും അവരെ എന്നും അഴിഞ്ഞാട്ടക്കാരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമന്റ് നിരവധി ആളുകളുണ്ട്. അതിനകത്ത് ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്. എനിക്ക് ആ കമന്റ് ഇടുന്ന പെണ്ണുങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്കും ഉണ്ട് ബ്രസ്റ്റ്, എപ്പോൾ വേണമെങ്കിലും ക്യാൻസർ വരാം. 30 വയസ്സ് കഴിഞ്ഞ ഏതൊരു സ്ത്രീക്കും ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്, ബ്രസ്റ്റ് ക്യാൻസർ. പിന്നെ ഈ കമന്റ് ഇടുന്ന ആണുങ്ങളോട് പറയാനുള്ളത്, നിന്റെയൊക്കെ അമ്മയ്ക്കും പെങ്ങൾക്കും ഉള്ള സാധനം തന്നെയാണ് രേണുസുതിക്കും ഉള്ളത്, അതായത് ബ്രസ്റ്റ്. അവർക്കും ഈ പറഞ്ഞ ബ്രസ്റ്റ് ക്യാൻസർ വരാം, അല്ലാതെ അവരെ ആരും തൊടാതിരിക്കത്തില്ല ഈ പറയുന്ന അസുഖം. ഒരു പാർഷ്വാലിറ്റിയും അവിടെ അസുഖങ്ങൾ കാണിക്കാറില്ല, അതൊന്ന് ഓർത്ത് വെച്ചോ. അന്നേരത്തേക്കേ അറിയത്തുള്ളൂ ഇതിന്റെ ബുദ്ധിമുട്ട്. കാരണം ഈ കഴിഞ്ഞ ദിവസം കൂടി എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ നഷ്ടപ്പെട്ടതാണ്. ഈ യൂട്യൂബിൽ വന്ന ശേഷം എനിക്ക് കിട്ടിയ ഒരു വീട് നല്ല സൗഹൃദങ്ങളിൽ ഒരാളായിരുന്നു രജീഷ് എന്ന് പറയുന്ന വ്യക്തി. ആ പയ്യന് ക്യാൻസർ ആയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലാണ് അവന്റെ ജീവൻ നഷ്ടമായത്. ഞങ്ങൾക്ക് എല്ലാവർക്കും അത് വലിയ ഷോക്കായിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെയാണ് രേണുസുതിക്ക് ക്യാൻസർ ആണ് എന്നറിഞ്ഞപ്പോൾ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തത്. ഈ ക്യാൻസർ രോഗം സ്ഥിരീകരിച്ച ശേഷവും അവർ വന്ന് പറഞ്ഞ ശേഷവും അവരെ വിമർശിച്ചിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ അവർ ക്യാൻസറിനെ കുറിച്ച് വെളിപ്പെടുത്തുന്ന നടത്തിയപ്പോൾ അതിനകത്ത് കുറേയധികം കള്ളങ്ങളുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അത് തെളിവ് സഹിതം ഞാൻ കൊണ്ടുവന്ന് എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ റൂഹി ജാൻ എന്ന് പറയുന്ന ഒരു മേഡം ബെൻസർ എന്ന് പറയുന്ന സ്വർണ്ണക്കടത്ത് മാഫിയായിട്ട് ബന്ധമുള്ള വ്യക്തിയുമായിട്ട് ഈ പറയുന്ന രേണുസുതി വേദി പങ്കിട്ടു എന്ന് തെളിയിക്കുന്ന വീഡിയോ ഉൾപ്പെടെ ഞാൻ കൊണ്ടുവന്നിരുന്നത്. റൂഹി ജാൻ പറഞ്ഞത് രേണുസുതിക്ക് ബെൻസറുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന്. ഈ ബെൻസറുമായിട്ട് രേണുസുതി വേദി പങ്കിടുന്ന ദൃശ്യം ഞാൻ പുറത്തേക്ക് കൊണ്ടുപോകും. അത് ഓൾറെഡി യൂട്യൂബിൽ കടന്ന സാധനമാണ്, ഞാൻ എടുത്തുകൊണ്ട് വീഡിയോ ചെയ്തത്. അതും രേണുസുതിക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞ ശേഷമാണ്. സോ ഞാൻ അവരെ വിമർശിക്കേണ്ട സമയത്ത് വിമർശിച്ചിട്ടുണ്ട്, അനുകൂലിക്കേണ്ട സമയത്ത് അനുകൂലിച്ചിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളിൽ ഞാൻ കിച്ചുവിന്റെ പക്ഷം പിടിക്കാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒറ്റ ഉള്ളൂ, എനിക്ക് അവരെ അറ്റാക്ക് ചെയ്യാണ്ട് ഒട്ടും താല്പര്യമില്ല. ഞാൻ പല കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ട്, ആ പല കാര്യങ്ങളെ കുറിച്ചും എനിക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. അത് പറഞ്ഞതിനകത്ത് രേണുസുതിയുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പല വ്യക്തികളുമുണ്ട്. അവരുടെ ആരുടെയും പേര് ഇതിലേക്ക് വലിച്ചിഴയ്ക്കാനോ അതേപോലെ തന്നെ അവർ പറഞ്ഞ കാര്യങ്ങൾ പുറത്തേക്ക് പറയാനോ എനിക്ക് താല്പര്യമില്ല. കാരണം ആ കുടുംബത്തെ ബാധിക്കുന്ന വിഷയമാണ്. പിന്നെ രേണുസുതി എന്തുകൊണ്ട് ഇപ്പോൾ ജീവിതത്തിലേക്ക് മടങ്ങി വരരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചില്ല. നിങ്ങളെല്ലാം തലയിൽ കയറ്റിക്കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയുണ്ട്, കിച്ചു എന്ന് പറയുന്ന രാഹുൽ ദാസ്. രേണു എന്ന് പറയുന്ന കണ്ടന്റ് സോഷ്യൽ മീഡിയയിൽ ഇല്ലാതായി കഴിഞ്ഞാൽ കിച്ചു എന്ന് പറയുന്ന രാഹുൽ ദാസും സോഷ്യൽ മീഡിയയിൽ ഒന്നും അല്ലാതായി മാറും. ഇപ്പൊ പലരും പറഞ്ഞു കാണുന്നതാണ്, അവളൊന്ന് ചത്ത് കിട്ടിയിരുന്നെങ്കിൽ കിച്ചുവിന് സന്തോഷത്തോടെ ജീവിക്കായിരുന്നു. അങ്ങനെ കമന്റ് ഇടുന്ന ആളുകളോട് ഞാൻ ചോദിച്ചോട്ടെ, കിച്ചു മാത്രമാണോ കൊല്ലം സുധിയുടെ മകൻ? വേറൊരു മകനും കൂടി ഉണ്ട്. കിച്ചുവിന് 21 വയസ്സേ ഉള്ളൂ. 6.5 വയസ്സുള്ള ഋതപ്പൻ. ആ കുട്ടിയുടെ കാര്യം നിങ്ങളൊന്ന് ആലോചിക്കുക. അച്ഛൻ മരിച്ചുപോയി, അമ്മയ്ക്ക് ക്യാൻസർ. ആ കുട്ടിയുടെ ഭാവി എന്തായിരിക്കും? അതിനെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ഓർത്തിട്ടുണ്ടോ? ഒരു പെറ്റമ്മയ്ക്ക് പകരമാകില്ല ഒരു പോറ്റമ്മയും സഹോദരനും. ആ കാര്യം നിങ്ങൾ എല്ലാവരും ഓർക്കണം. എല്ലാവരും കടന്ന് കിച്ചു കിച്ചു എന്ന് മാത്രം തുള്ളുമ്പോഴത്തേക്ക് കിച്ചു മാത്രമല്ല കൊല്ലസുതിക്ക് മകനായിട്ടുള്ളത്. ഋതപ്പൻ എന്ന് പറയുന്ന 6.5 വയസ്സുകാരനുണ്ട്. ആ കുട്ടിയുടെ DNA സംശയം ഉന്നയിച്ചുകൊണ്ട് ഒരു ബ്ലോഗർ വന്നിട്ട് ഇന്ന് കിച്ചുവിന് വേണ്ടിയിട്ട് വായിട്ട് അലയ്ക്കുന്ന ഒറ്റ പാട്ടിക്കുറുകൻ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് സംസാരിച്ചോ? ഋതപ്പൻ എന്ന് പറയുന്ന കുട്ടിക്ക് വേണ്ടിയിട്ട്. ആ ഇച്ചിരി പോന്ന കുഞ്ഞു കൊച്ചിന്റെ DNA, അതായത് കൊല്ലം സുധിയാണോ ആ കൊച്ചിന്റെ അച്ഛൻ എന്ന് തനിക്ക് സംശയമുണ്ടെന്ന് ഒരു പക്ക ക്രിമിനൽ വന്ന് ബ്ലോഗ് ചെയ്തപ്പോൾ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച നിങ്ങൾ ഇപ്പോൾ കിച്ചുവിന് വേണ്ടിയിട്ട് കൈയടിക്കുന്നുണ്ടല്ലോ. അന്ന് നിങ്ങളുടെ ഈ മനുഷ്യത്വവും സ്നേഹമൊക്കെ എവിടെ പോയി? അറിയാൻ പാടില്ലാണ് ചോദിക്കുക. അന്ന് കാശിക്ക് പോയോ നിങ്ങളുടെ ചെവിയും കണ്ണും മൂക്കുമൊക്കെ?
അന്ന് ഞാൻ വന്ന് വീഡിയോ ചെയ്തു രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. അന്ന് ഞാൻ രേണുവിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണ്. ഒരു സ്ത്രീയുടെ ചാരിത്രത്തിലും അതേപോലെ തന്നെ ഒരു കുട്ടിയുടെ പിതൃത്വത്തെയും ചോദ്യം ചെയ്തപ്പോൾ ഈ നാട്ടിലുള്ള ഒറ്റ ഒരുത്തനും അവർക്കെതിരെ ഒരു അക്ഷരം വേണ്ടിയില്ല. എന്ത് പേടിയായിരുന്നോ? അപ്പൊ രേണുസുധീനെ എന്തും പറയാം. അതെന്ത് സംസ്കാരമാണ് പോവാ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ രേണുസുധീനെ പലപ്പോഴും വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്ത സമയത്ത് എന്നെ കമന്റ് ബോക്സിൽ വന്ന് വിഷ്ണു സൂപ്പർ എന്ന് പറഞ്ഞ ആളുകളാണ് ഇന്ന് ഞാൻ രേണുസുധീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് 1-2 വീഡിയോസ് ചെയ്തപ്പോഴത്തേക്ക് അതിന് താഴെ വന്നിട്ട് വെളുപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നു പറയുന്നത്. കഷ്ടം തന്നെ. ഉള്ള സത്യം പറയാമല്ലോ. ഈ കേരളത്തിലെ മലയാളികളെ കുറിച്ച് എല്ലാവരും പറയുന്നത് മനുഷ്യത്വമുള്ള ആളുകളാണ്. ഒരു കൊലക്കേസിലെ പ്രതിയായിട്ടുള്ള റഹീം എന്ന് പറയുന്ന ഒരുത്തനെ കൊലക്കയറിൽ നിന്ന് ഊരി എടുത്തുകൊണ്ട് വന്നത് മലയാളികളാണ്. അത് മനുഷ്യത്വം. ഒരു ക്യാൻസർ രോഗിനെ വളഞ്ഞിട്ട് തെറി വിളിക്കുന്നതിനകത്ത് ഒരു കുഴപ്പവുമില്ല. ഒരു കൊലക്കേസ് പ്രതിയെ രക്ഷിച്ചുകൊണ്ട് വരാം. പക്ഷെ ഒരു ക്യാൻസർ രോഗിനെ വേ എന്നും അവിഹിതക്കാരി എന്നും അഴിഞ്ഞാട്ടക്കാരി എന്നും വിളിക്കാണ്ട് ഒരു മടിയുമില്ല ഇവിടുത്തെ പൊതുസമൂഹത്തിന്. കഷ്ടം തന്നെ. നടുവിരൽ നമസ്കാരം. അപ്പൊ ശരി എന്നാ.